നമസ്കാരം. PK ലേണിംഗ്സിന്റെ പുതിയൊരു ഷോർട്ട് വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സീരീസിലൂടെ മലയാളം ഒറ്റപ്പദം ഭാഗം 5 നമ്മൾ കടക്കുകയാണ്. മുന്നത്തെ ഭാഗങ്ങൾ എല്ലാവരും മനസ്സിരുത്തി പഠിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: വിനയത്തോട് കൂടിയവൻ. വിനയത്തോട് കൂടിയവൻ. വിനയത്തോട് കൂടിയവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദമാണ് വിനീതൻ. വിനയത്തോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയമുള്ള വ്യക്തിയല്ലേ? അപ്പം അതിന് നമ്മൾ ഒറ്റപ്പദമായിട്ട് പറയുന്നത് വിനീതൻ എന്ന വാക്കാണ്. വിനയത്തോട് കൂടിയവൻ, വിനീതൻ. ഇനി ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ. ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ സമകാലികർ എന്ന് പറയും. ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ സമകാലികർ എന്ന് പറയും. സമം എന്നാൽ എന്താണ്? ഒന്ന് എന്നാണ് അർത്ഥം. അപ്പം ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ സമകാലികർ. അടുത്ത ചോദ്യം: അപവാദം പറയുന്നവൻ. അപവാദം പറയുന്നവന്റെ ഒറ്റപ്പദമാണ് പരിവാദകൻ. അപവാദം പറയുന്നവൻ, പരിവാദകൻ. അപവാദം പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഒറ്റപ്പദമായിട്ട് എന്ത് പറയും? പരിവാദകൻ എന്ന് പറയും. അടുത്തതാണ് മുനിയുടെ ഭാവം. മുനിയുടെ ഭാവം എന്താണ്? മൗനം. മുനിയുടെ ഭാവത്തിന് നമ്മൾ ഒറ്റപ്പദമായിട്ട് പറയുന്നത് മൗനം എന്നാണ്. മുനിയുടെ ഭാവം മൗനം. മുനിയുടെ ഭാവം എന്താണ്? മൗനം. ഇനി എന്നെന്നും നിലനിൽക്കുന്നതിന് നമ്മൾ പറയുന്ന ഒറ്റപ്പദമാണ് ശാശ്വതം. എന്നെന്നും നിലനിൽക്കുന്നത്. എന്നെന്നും നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ എന്തെന്ന് പറയും? ശാശ്വതമായിട്ട് നമ്മുടെ കൂടെ ഉള്ളവർ എന്ന് പറയുമല്ലേ? അപ്പോ എന്നെന്നും നിലനിൽക്കുന്നത് എന്താണ്? ശാശ്വതം എന്ന് നമ്മൾ പറയും. അടുത്ത ചോദ്യം: ക്ഷമിക്കാൻ കഴിയാത്തത് എന്ന വാക്കിന്റെ ഒറ്റപ്പദമാണ് അക്ഷന്തവ്യം. ക്ഷമിക്കാൻ കഴിയാത്തത് അക്ഷന്തവ്യം. ഇനി എന്തും സഹിക്കാനുള്ള ശക്തിയെ നമ്മൾ സഹനശക്തി എന്ന് പറയും. എന്തും സഹിക്കാൻ ശക്തിയുള്ള ആളുകളെ നമ്മൾ എന്തെന്ന് പറയും? സഹനശക്തിയുള്ള ആളുകൾ എന്നൊക്കെ പറയാറുണ്ടല്ലേ? അപ്പോൾ എന്തും സഹിക്കാനുള്ള ശക്തിയെ നമ്മൾ എന്തെന്ന് പറയും? സഹനശക്തി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം: പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗിക ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്ന ബുദ്ധിയെയാണ് നമ്മൾ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രായോഗികം. എന്താണ്? പ്രായോഗികം. പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗികം. ഇനി അവസരത്തിന് യോജിച്ചത് എന്നതിന്റെ ഒറ്റപ്പദമാണ് അവസരോചിതം. അവസരത്തിന് യോജിച്ചത് അവസരോചിതമാണ്. നമ്മൾ പറയാറുണ്ടല്ലേ അവസരോചിതമായി സംസാരിക്കണമെന്നൊക്കെ. അപ്പം അവസരത്തിന് യോജിച്ച പോലെ സംസാരിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? അവസരോചിതം എന്ന് പറയും. അവസരത്തിന് യോജിച്ചതായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അവസരോചിതമായി സംസാരിച്ചു എന്ന് പറയും. അപ്പം അവസരത്തിന് യോജിച്ചത് അവസരോചിതം. ഇനി ശിശുവായിരിക്കുന്ന അവസ്ഥയുടെ ഒറ്റപ്പദമാണ് ശൈശവം. ശിശുവായിരിക്കുന്ന അവസ്ഥ എന്താണ്? ശൈശവമാണ്. ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം. അടുത്ത ചോദ്യമാണ് പലതായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ നാനാത്വം എന്ന് പറയും. എന്താണ് നാനാത്വം? ഇപ്പൊ പല വിധത്തിന് നമ്മൾ നാനാവിധം എന്നൊക്കെ പറയൂ അല്ലെ? അപ്പൊ പലതായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ നാനാത്വം എന്ന് പറയും. എന്തെന്നാ പറയുന്നേ? നാനാത്വം. പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം. ഇനി പലതായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ നാനാത്വം എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്തെന്ന് പറയും? ഒന്ന്, ഏകം എന്ന് പറയും അല്ലെ? അപ്പൊ ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം. ഏകത്വം. അടുത്ത ചോദ്യമാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ജാഗരം എന്ന് പറയും. ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്തെന്ന് പറയും? ജാഗരം എന്ന് പറയും. ജാഗരൂകരായിരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോ ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ജാഗരം എന്ന് പറയും. നമ്മൾ പൊതുവെ ജാഗരൂകരായിരിക്കുന്ന അവസ്ഥ ഏതാണ്? എക്സാമിനൊക്കെയാണ് അല്ലെ? പരീക്ഷകൾക്കാണ്. അപ്പോൾ ഉണർന്നിരിക്കണം, അതായത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. അടുത്ത ചോദ്യം: നിയന്ത്രിക്കാൻ സാധിക്കാത്തതിന്റെ ഒറ്റപ്പദമാണ് അനിയന്ത്രിതം. നിയന്ത്രിക്കാൻ സാധിക്കാത്തതിന്റെ ഒറ്റപ്പദമാണ് അനിയന്ത്രിതം. അടുത്തത് 12 വർഷക്കാലത്തെ നമ്മൾ എന്തെന്ന് പറയും? വ്യാഴവട്ടം എന്ന് പറയും. 12 വർഷക്കാലത്തിന്റെ ഒറ്റപ്പദമാണ് വ്യാഴവട്ടം. 12 വർഷക്കാലത്തിന്റെ ഒറ്റപ്പദമാണ് വ്യാഴവട്ടം. 12 വർഷക്കാലത്തിന്റെ ഒറ്റപ്പദമാണ് വ്യാഴവട്ടം.